ഒരാളെ പ്രണയിക്കുന്നത് തെറ്റാണോ? അത് മനസ്സിലെ ഒരു വികാരമാണല്ലേ. പ്രണയമില്ലാത്ത മനുഷ്യർ ചുരുക്കമായിരിക്കും. എന്നാൽ അവിഹിത ബന്ധം തെറ്റല്ലെന്ന് പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഭാര്യ ഉള്ളപ്പോൾ എനിക്ക് നിരവധി പ്രണയങ്ങളുണ്ടെന്ന് പറയുന്നതിനെ ന്യായീകരിക്കാൻ സാധിക്കില്ലെന്നേ. ഒരു നടനെന്ന നിലയിൽ ഗണേഷ് കുമാറിന് എന്ത് വൃത്തികേടും കാണിക്കാം. സിനിമയിൽ അതൊക്കെ സർവ്വസാധാരണമാണ്. എന്നാൽ ഒരു ജനപ്രതിനിധി, പ്രത്യേകിച്ച് ഒരു മന്ത്രി വഴിവിട്ട ജീവിതം നയിക്കുന്നത് ധാർമ്മികമായി ശരിയാണ്. ഭാര്യ ഉന്നയിച്ച ലൈംഗികാരോപണം ഗണേഷ് കുമാറിന് പുതിയ കുരുക്കാവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന പരാതിയിൽ കേസെടുത്ത് അറസ്റ്റ് ചെയ്ത പോലീസ് മന്ത്രി ഗണേഷ് കുമാറിനെതിരെ നടപടി സ്വീകരിക്കുന്നു. ഇതോടൊപ്പം പത്തനംതിട്ടയിൽ പ്രണയത്തകർച്ചയിൽ വീട്ടമ്മയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച ആൺസുഹൃത്തിന്റെ ക്രൂരതയും, കോട്ടയത്ത് 3 വയസ്സുള്ള കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ച് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ജീവനൊടുക്കിയ കേസും ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കോട്ടയം പൊൻകുന്നത്തെ വാടക വീട്ടിൽ നിന്ന് രാത്രിയിൽ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് നാട്ടുകാർ ഓടിക്കൂടിയപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിപ്പിക്കുന്നതാണ്. 2ാം നിലയിലെ മുറിയിൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന അവൻ്റെ അച്ഛനും അമ്മയും, മൃതദേഹത്തെ കെട്ടിപ്പിടിച്ച് അലമുറിയിട്ട് കരയുന്ന ആ 3 വയസ്സുകാരൻ്റെ മുഖം ആരുടെയും മനസ്സിൽ നിന്നും ആയുന്നില്ല. പൊൻകുന്നം തോണിപ്പാറയിൽ വാടകയ്ക്ക് താമസിക്കുന്ന സാജൻ, ഭാര്യ വാടൂർ സ്വദേശിനി അനുഷ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭാര്യയെ കൊലപ്പെടുത്തി ഭർത്താവ് ജീവനൊടുക്കിയതാകാമെന്നാണ് നിഗമനം. 3 വയസ്സുള്ള മകൻ്റെ മുന്നിൽ വെച്ചാണ് ഈ ക്രൂരത നടന്നത്. സാമ്പത്തിക പ്രശ്നങ്ങളും കുടുംബത്തർക്കവുമാകാം കൂട്ടമരണത്തിന് കാരണമെന്നാണ് സംശയം. രണ്ടാം നിലയിലുള്ള വാടക വീട്ടിലെ മുറിയിൽ രക്തത്തിൽ കുളിച്ച നിലയിലാണ് സാജന്റെയും ഭാര്യ അനുഷയുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. 3 വയസ്സുള്ള മകനും ഇവർക്കൊപ്പം വീട്ടിലുണ്ടായിരുന്നു. കുട്ടി സുരക്ഷിതനാണ്. ഉറക്കമുണർന്ന് കുട്ടി കരയുന്നത് കേട്ടാണ് വീട്ടുടമസ്ഥർ ഇവരെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചതും പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തിയതും. എന്താണ് മരണകാരണമെന്ന് വ്യക്തമായിട്ടില്ല. ദമ്പതിമാർക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. രാത്രിയിൽ വഴക്ക് കേട്ടിരുന്നതായും രാവിലെ വിളിച്ചപ്പോൾ ഫോണിൽ ലഭിക്കാതായെന്നുമാണ് പരിസരവാസികൾ പറയുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തോണിപ്പാറയിലെ വീടിന്റെ 2ാം നിലയിലാണ് കുടുംബം വാടകയ്ക്ക് താമസിച്ചിരുന്നത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് 18 കോട്ടയം. ഒരാണും പെണ്ണും തമ്മിൽ പ്രണയവും സൗഹൃദവും വഴിവിട്ട ബന്ധങ്ങളുമൊക്കെ സർവ്വസാധാരണമായി നമ്മൾ കേൾക്കാറുള്ളതാണ്. എന്നാൽ ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ സംഭവിക്കാവുന്ന അപകടത്തെക്കുറിച്ച് കൂടി മനസ്സിലാക്കണം. പത്തനംതിട്ട പന്തളത്തെ ബിന്ദുവിൻ്റെ ജീവിതത്തിലുണ്ടായ ദുരന്തം അവിഹിത ബന്ധത്തിൻ്റെ ബാക്കിയാണ്. ഭർത്താവുമായി വേർപിരിഞ്ഞ് കഴിഞ്ഞിരുന്ന യുവതിയും പാതിരപ്പള്ളി സ്വദേശി സുമേഷും തമ്മിൽ അടുപ്പത്തിലായിരുന്നു. എന്നാൽ പ്രണയത്തിൽ നിന്ന് പിന്മാറിയതിൻ്റെ വൈരാഗ്യത്തിൽ അയാൾ ബിന്ദുവിനെ നടുറോഡിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ബിന്ദു കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കേസ് സുമേഷിനെ പന്തളം പോലീസ് അറസ്റ്റ് ചെയ്തു. രാവിലെ 8 മണിക്കാണ് പന്തളം തുമ്പമണ്ണിൽ വെച്ച് പ്രതി സുമേഷ ബിന്ദുവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഭർത്താവുമായി അകന്നു കഴിഞ്ഞിരുന്ന ബിന്ദു കഴിഞ്ഞ 2 വർഷമായി തുമ്പമണ്ണിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. സുമേഷും യുവതിയും തമ്മിൽ അടുപ്പത്തിലായിരുന്നുവെന്നും ബിന്ദുവിനുള്ള സംശയമാണ് ആക്രമണത്തിന് കാരണമെന്നുമാണ് പോലീസ് പറയുന്നത്. ആക്രമണത്തിൽ തലയ്ക്കും കഴുത്തിനും ഗുരുതരമായി പരിക്കേറ്റ ബിന്ദുവിനെ അടൂർ ജനറൽ ആശുപത്രിയിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പത്തനംതിട്ട.
ഒരു സ്ത്രീയെ പൊതുമധ്യത്തിലും സമൂഹ മാധ്യമങ്ങളിലും അപമാനിക്കുന്ന പ്രവണത നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. എന്നാൽ സ്വന്തം വീട്ടിലെ സ്ത്രീകൾക്ക് ദുരനുഭവം ഉണ്ടാകുമ്പോഴാണ് ആ വേദന എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. മലപ്പുറത്ത് ഭർതൃമതിയായ യുവതിയെപ്പറ്റി അപവാദം പറഞ്ഞത് രാഷ്ട്രീയ സംഘർഷമായി മാറി. 30 പേർക്കെതിരെ വണ്ടൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് 2 തവണയാണ് സംഘർഷമുണ്ടായത്. മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു വന്ന യുവതിയുടെ പരാതിയിൽ 4 CPM പ്രവർത്തകർക്കെതിരെയും കേസെടുത്തു. ഭർതൃമതിയായ യുവതിയെപ്പറ്റി അപവാദം പറഞ്ഞത് ബന്ധുക്കൾ ചോദ്യം ചെയ്തതാണ് രാഷ്ട്രീയ സംഘർഷമായി മാറിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 26 കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും 4 CPM പ്രവർത്തകർക്കെതിരെയുമാണ് കേസെടുത്തിട്ടുള്ളത്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസുകളെടുത്തത്. സംഘർഷവുമായി ബന്ധപ്പെട്ട് 2 കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് CPM പ്രവർത്തകർക്ക് അനുകൂല നിലപാടെടുത്തുവെന്ന് ആരോപിച്ച് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PT സുക്കീർ, മുൻ മണ്ഡലം പ്രസിഡന്റ് കാപ്പിൽ മുരളി എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മുൻവശം റോഡിൽ വെച്ച് പോലീസ് ജീപ്പ് തടഞ്ഞിരുന്നു. ഇതിന്റെ പേരിലാണ് 14 പേർക്കെതിരെ കേസെടുത്തത്. സംഘർഷത്തിൽ പരിക്കേറ്റ 2 CPM പ്രവർത്തകരുടെ പരാതിയിൽ 10 കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും കേസെടുത്തു. മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന് യുവതി നൽകിയ പരാതിയിലാണ് 4 CPM പ്രവർത്തകർക്കെതിരെ കേസെടുത്തത്. ഇതേ സംഭവവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ 4 പ്രവർത്തകരെ CPM പ്രവർത്തകർ ആക്രമിച്ചുവെന്ന പരാതിയുമായി BJPയും രംഗത്തുണ്ട്. ന്യൂസ് 18 മലപ്പുറം. മുൻ പ്രധാനമന്ത്രിമാരായ നെഹ്റുവും വാജ്പേയിയും രാജീവ് ഗാന്ധിയുമൊക്കെ മഹാരഥന്മാരാണ്. ഈ രാജ്യം ആദരിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. എന്നാൽ സ്വന്തം അവിഹിത ബന്ധം ഭാര്യ കയ്യോടെ പിടിച്ചപ്പോൾ അവരെ കൂട്ടുപിടിക്കാൻ മന്ത്രി ഗണേഷ് കുമാറിന് നാണമില്ലേ? ഗണേഷ് എന്ന നടന് 10,000 5,000 പ്രണയവും വഴിവിട്ട ബന്ധങ്ങളും ഉണ്ടാകാം. എന്നാൽ അയാൾ ഈ നാട് ഭരിക്കുന്ന മന്ത്രിയാണ്. ആദ്യ ഭാര്യ ഉന്നയിച്ച ലൈംഗികാരോപണത്തെക്കാൾ ഗുരുതര സ്വഭാവമുള്ളതാണ് ഇപ്പോഴത്തെ ഭാര്യ ബിന്ദു മേനോന്റെ പരാതി. കൊട്ടാരക്കര വാളകത്തെ വീട്ടിൽ വെച്ച് കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഗണേഷിനെ കണ്ടുവെന്നാണ് ബിന്ദുവിൻ്റെ ആരോപണം. തൊട്ടു പിന്നാലെ വിശദീകരണവുമായി എത്തിയ മന്ത്രി അത് വ്യക്തിപരമായ കാര്യമെന്നാണ് പ്രതികരിച്ചത്. വിഷയം ആദ്യം സമൂഹ മാധ്യമങ്ങളിലൂടെ ഉന്നയിച്ച KSU സംസ്ഥാന ഉപാധ്യക്ഷൻ യദുകൃഷ്ണൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ വാളകത്തെ വീട്ടിലേക്ക് ഗണേഷ് കുമാറിന്റെ ഭാര്യ മുന്നറിയിപ്പില്ലാതെ എത്തിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. അവിടെ കിടപ്പ് മുറിയിൽ ഗണേഷ് കുമാറിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടുവെന്ന് ഭാര്യ ബിന്ദു മേനോൻ പറയുന്നു. അന്ന് ഫോട്ടോ എടുത്തിരുന്നു, അത് കയ്യിലുണ്ട്. ബന്ധുവും മുൻ DGPയുമായ R ശ്രീലേഖയെയാണ് ആദ്യം ഫോൺ വിളിച്ചത്. അവരുടെ നിർദ്ദേശപ്രകാരം പോലീസിന്റെ സഹായം തേടിയിരുന്നു. എന്നാൽ സ്ഥലത്തെത്തിയ പോലീസ് ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ് കൈയൊഴിയുകയാണ് ചെയ്തതെന്ന് ബിന്ദു മേനോൻ പറഞ്ഞു. പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ മന്ത്രിയുടെ സ്റ്റാഫ് തടഞ്ഞെന്നും ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചെന്നും ബിന്ദു ആരോപിച്ചു. മാധ്യമങ്ങൾക്ക് മുന്നിൽ ഗണേഷ് കുമാർ തനിക്കെതിരെ പറഞ്ഞതുകൊണ്ടാണ് എല്ലാം തുറന്നു പറയുന്നതെന്നും ബിന്ദു വിശദീകരിച്ചു. ആരോപണം ശരിയാണെങ്കിലും അല്ലെങ്കിലും അത് വ്യക്തിപരമായ കാര്യമാണെന്നാണ് ഗണേഷ് കുമാറിന്റെ പ്രതികരണം. പ്രണയം ഒരു കുറ്റമല്ല, പ്രണയം ഇനിയും തുടരും. തെരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ടാണ് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമം. ഇതൊന്നും കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. ശ്രീലേഖയ്ക്ക് മേയറാകാൻ കഴിയാത്തതിന്റെ കൊതിക്കറിവാണെന്നും ഗണേഷ് കുമാർ കുറ്റപ്പെടുത്തി. ഇതൊക്കെ ഇലക്ഷൻ എടുക്കുമ്പോൾ വരുന്ന ഓരോ കാര്യങ്ങളും ഈ ഒരു മനുഷ്യന്റെ രാഷ്ട്രീയമാണ് നോക്കേണ്ടത്. ഇവിടെ രാഷ്ട്രീയമാണ്. ഗണേഷ് കുമാർ എന്ന ജനപ്രതിനിധി ജനങ്ങളോട് എങ്ങനെ, ജനങ്ങൾക്ക് എന്തെല്ലാം ഉപകാരം ചെയ്തു, നാടിന് എന്ത്, കേരളം എന്ന സംസ്ഥാനത്തിന് എന്ത് ഗുണം ചെയ്തു? പിന്നെ ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ചോദിച്ചാൽ മാധവിക്കുട്ടിക്ക് പ്രണയം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന പോലെ. മനസ്സിലായോ? നിങ്ങളിൽ പ്രണയിക്കാത്തവരാരാണ്? ഗണേഷ് കുമാറിന് ഒന്നല്ല
5000 പ്രണയമുണ്ട്. അവർക്ക് കുശുമ്പ് കൊണ്ട് നടക്കില്ലേ? അവരെ മേയറാക്കാതെ രാജേഷിനെ മേയറാക്കിയതിന് കുശുമ്പ് കൊണ്ട് പിണങ്ങി വീട്ടിയിരിക്കുന്ന MLA എനിക്ക് അങ്ങനെ അറിയാം. വിഷയം ആദ്യം സമൂഹ മാധ്യമങ്ങളിലൂടെ ഉന്നയിച്ച KSU സംസ്ഥാന ഉപാധ്യക്ഷൻ MJ യദുകൃഷ്ണൻ മന്ത്രിക്കും ജീവനക്കാർക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. 112-ൽ മന്ത്രിയുടെ ഭാര്യയെ വിളിച്ച് പരാതിപ്പെട്ടതിൽ തുടർ നടപടി വേണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. വിഷയം രാഷ്ട്രീയ ആയുധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. കൊല്ലം ഓയൂരിൽ 12 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസ് ഓരോ അച്ഛനമ്മമാരുടെയും മനസ്സിൽ തീ പടർത്തുന്നതാണ്. വീട്ടിൽ ആരുമില്ലാത്ത സമയത്താണ് അയൽവാസി പെൺകുട്ടിയെ ലൈംഗികത്വത്തിന് ഇരയാക്കിയത്. കേസിൽ ഓയൂർ സ്വദേശി രാജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്ന പ്രതിയെ തമിഴ്നാട് തെങ്കാശിയിൽ നിന്നാണ് പിടികൂടിയത്. മക്കൾ വീട്ടിൽ തനിച്ചായിരിക്കുന്ന സമയത്ത് അവർ സുരക്ഷിതരാണോ എന്ന് മാതാപിതാക്കൾ ഉറപ്പുവരുത്തണം കേട്ടോ. കാരണം വീടിന് പുറത്ത് പല കഴുകൻ കണ്ണുകളുമുണ്ട്. കുട്ടികളെ വേട്ടയാടാൻ കാത്തിരിക്കുന്ന ദുഷ്ട മനസ്സുള്ളവരുണ്ട്. വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് നടപടി. പെൺകുട്ടിയുടെ വീട്ടിൽ ആളില്ലെന്ന് മനസ്സിലാക്കിയ പ്രതി വീട്ടിൽ കയറി കുട്ടിയെ പീഡിപ്പിച്ചെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സംഭവത്തിന് ശേഷം കുട്ടിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത ശ്രദ്ധിച്ച വീട്ടുകാർ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. തുടർന്ന് കുടുംബം പോലീസിൽ പരാതി നൽകി. കേസ് രജിസ്റ്റർ ചെയ്തതായി മനസ്സിലാക്കിയ പ്രതി ഒളിവിൽ പോവുകയായിരുന്നു. പ്രതിയെ പിന്തുടർന്ന പോലീസ് സംഘം തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. പൂയപ്പള്ളി SHO അനിൽകുമാർ, SA രജനീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. 2 സ്ത്രീകളെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയും മൃതദേഹം വെട്ടിനുറുക്കി കുഴിച്ചിടുകയും അതിൻ്റെ ഒരു ഭാഗം പാകം ചെയ്ത് ഭക്ഷിക്കുകയും ചെയ്തത് ഒരു ഹൊറർ സിനിമയിലെ കഥയല്ല. പത്തനംതിട്ട ഇലന്തൂരിലെ ഒരു വീട്ടിൽ നടന്ന ഭീതിപ്പെടുത്തുന്ന ഇരട്ട നരബലിയാണ്. ഇങ്ങനെയൊക്കെ കേരളത്തിൽ നടക്കുമോ എന്നായിരുന്നു നരബലി കേസ് പുറത്തു വന്നപ്പോൾ പലരുടെയും ചോദ്യം. നരബലി നടത്തിയാൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുമെന്ന അന്ധവിശ്വാസത്തിൽ 2 സ്ത്രീകളെയാണ് ഇലന്തൂരിലെ വീട്ടിൽ കഴുത്തറുത്ത് കൊന്ന് കഷ്ണങ്ങളാക്കി കുഴിച്ചിട്ടത്. കേരളത്തിൻ്റെ കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത നരബലി കേസിൽ 3.5 വർഷങ്ങൾക്ക് ശേഷം വിചാരണ നടപടികൾ ആരംഭിച്ചു. സേലം സ്വദേശിനി പത്മയെ കൊലപ്പെടുത്തിയ കേസിൽ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് വിസ്താരം തുടങ്ങിയത്. സാമ്പത്തിക അഭിവൃദ്ധിക്കായി ധർമ്മപുരി സ്വദേശിനിയും പിന്നീട് എറണാകുളത്ത് വന്ന് താമസിച്ചതുമായ പത്മയെ ബലി നൽകിയ കേസിലാണ് വിചാരണ ആരംഭിച്ചത്. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി 5-ൽ ജഡ്ജി T മധുസൂദനനാണ് വാദം കേൾക്കുക. 2 കേസുകൾക്കുമായി സർക്കാർ നിയമിച്ച സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ P അജകുമാർ വാദിഭാഗത്തിനായി ഹാജരായി. വെല്ലുവിളികളുണ്ടെങ്കിലും അതെല്ലാം അതിജീവിക്കുമെന്ന് അഭിഭാഷകൻ പറഞ്ഞു. കാലടി മറ്റൂരിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന ആലപ്പുഴ കൈനകടി സ്വദേശി റോസ്ലിനെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ 12-നും തുടങ്ങും. ഏകദേശം 2 കേസിലും 200ഓളം സാക്ഷികൾ വീതമുണ്ട്. വളരെ ദീർഘമായ അന്വേഷണം നടത്തി 90 ദിവസത്തിനകത്ത് തന്നെ കേരള പോലീസ് അതിവിദഗ്ധമായിട്ട് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ള കേസാണ്. നമ്മുടെ മനസ്സിനെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള കൊടും ക്രൂരതയാണ് ഈ കേസിൽ നടന്നിട്ടുള്ളത്. അത് വിചാരണ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനാണ് ശ്രമിക്കുന്നത്. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ വെല്ലുവിളികളുണ്ട്. പക്ഷെ അതെല്ലാം അതിജീവിക്കാൻ കഴിയും എന്നാണ് വിശ്വാസം. പത്മയുടെ സഹോദരി പളനിയമ്മയുടെ വിചാരണ നടന്നു. റോസ്ലിന്റെ മകളുടെ വിചാരണ 12-ന് നടക്കും. 1-ാം പ്രതി പെരുമ്പാവൂർ സ്വദേശി മുഹമ്മദ് ഷാഫി, 2-ാം പ്രതി നാട്ടുവൈദ്യൻ ഇലന്തൂർ സ്വദേശി ഭഗവത് സിംഗ്, 3-ാം പ്രതി ഭഗവത് സിംഗിന്റെ ഭാര്യ ലൈല എന്നിവരെ കോടതിയിൽ ഹാജരാക്കി.
ഫേസ്ബുക്കിൽ ശ്രീദേവി എന്ന പേരിൽ വ്യാജ പ്രൊഫൈൽ നിർമ്മിച്ച ഷാഫി ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും വേണ്ടി പൂജ നടത്താൻ ബന്ധപ്പെടുകയെന്ന് കുറിപ്പിട്ടു. ഇത് കണ്ടാണ് ഭഗവത് സിംഗും ലൈലയും ഷാഫിയുമായി സംസാരിക്കുന്നതും പൂജയ്ക്ക് വീട്ടിലേക്ക് ക്ഷണിക്കുന്നതും. ദോഷം മാറാൻ നരബലി വേണമെന്ന ഇവരെ വിശ്വസിപ്പിച്ച് പണം കൈക്കലാക്കി. 15 ലക്ഷം രൂപ പ്രതിഫലത്തിൽ സിനിമയിൽ അഭിനയിക്കാമെന്ന് വിശ്വസിപ്പിച്ചാണ് പത്മയെയും റോസ്ലിനെയും വിളിച്ചു വരുത്തിയത്. 2022 ജൂൺ 7 റോസ്ലിയെയാണ് ആദ്യം കൊലപ്പെടുത്തിയത്. മുൻജന്മ പാപം തീർന്നില്ലെന്ന് ദമ്പതികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച സെപ്റ്റംബർ 26 പത്മത്തെയും എത്തിച്ച് ബലി നൽകി. തലയറുത്ത് കൊലപ്പെടുത്തിയ ശേഷം കൈകാലുകളും മറ്റും വെട്ടിമാറ്റി ഭഗവത് സിംഗിന്റെ വീടിന് സമീപം കുഴിച്ചിട്ടു. ആദ്യ നരബലിയിൽ പ്രതികൾ മൂവരും മനുഷ്യമാംസം ഭക്ഷിച്ചുവെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. പത്മയെ കാണാനില്ലെന്ന് സഹോദരിയും മകനും നൽകിയ പരാതിയെ തുടർന്ന് കടവന്ത്ര പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വിവരങ്ങൾ പുറത്തുവന്നത്. റോസ്ലിയുടെ മകൾ മഞ്ജു ഓഗസ്റ്റ് 17 കാലടി പോലീസിനും പരാതി നൽകിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. വൃദ്ധ മാതാപിതാക്കൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടുകളിൽ സഹായത്തിനായി എത്തുന്ന വീട്ടുജോലിക്കാരെ ഇക്കാലത്ത് എത്രത്തോളം വിശ്വസിക്കാൻ കഴിയും? പ്രത്യേകിച്ച് ആരും ശ്രദ്ധിക്കില്ലെന്ന് കണ്ടാൽ വയോധികരെ കൊള്ളയടിക്കാനും ആക്രമിക്കാനും പോലും അവർ മടിക്കില്ല. കോയമ്പത്തൂരിൽ ആയുർവേദശാലയുടെ സ്ഥാപകൻ രാമവാര്യരുടെ മകൾ കസ്തൂരിയെ കൊലപ്പെടുത്തിയത് വീട്ടുജോലിക്കാരിയും ഭർത്താവും ഉൾപ്പെടുന്ന സംഘമാണ്. കേസിൽ 2 നേപ്പാൾ സ്വദേശികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്വർണം കവരാൻ വേണ്ടിയാണ് 82-കാരിയെ കൊന്നതെന്നാണ് പ്രതികളുടെ മൊഴി. കേസിൽ വേറെയും പ്രതികളുണ്ടെന്നും തെരച്ചിൽ നടക്കുകയാണെന്നും കോയമ്പത്തൂർ പോലീസ് വ്യക്തമാക്കി. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് 82 വയസ്സുള്ള കസ്തൂരിയെ കോയമ്പത്തൂർ രാമനാഥപുരം നെഞ്ചുണ്ടാപുരം റോഡിലെ അപ്പാർട്ട്മെന്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കേസുമായി ബന്ധപ്പെട്ട് ബംഗളൂരുവിൽ നിന്നാണ് നേപ്പാൾ സ്വദേശികളായ രാകേഷ് സാഡ്, ദിലീപ് എന്നിവർ പിടിയിലായത്. കവർച്ച ചെയ്ത സ്വർണവും പണവും ദിലീപിന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. അതേസമയം വീട്ടുജോലിക്കാരിയായിരുന്ന നേപ്പാൾ സ്വദേശിനി സുർജ റോക്കി ഇപ്പോഴും ഒളിവിലാണ്. ആയുർവേദ ഡോക്ടറായ മകൻ രാംകുമാർ കുട്ടിക്കൊപ്പമാണ് കസ്തൂരി താമസിച്ചിരുന്നത്. വീട്ടിനുള്ളിൽ കൈകാലുകൾ ബന്ധിച്ച് വായയിൽ പ്ലാസ്റ്റർ ഒട്ടിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഈ സമയം രാംകുമാർ കുട്ടി വിദേശയാത്രയിലായിരുന്നു. മകൾ ഫോൺ വിളിച്ചപ്പോൾ മറുപടി കിട്ടാതിരുന്നതിനാൽ അയൽവാസികളെ വിവരമറിയിച്ചതിനെ തുടർന്ന് അവർ വന്ന് നോക്കിയപ്പോഴാണ് സംഭവം അറിയുന്നത്. കസ്തൂരിയുടെ കഴുത്തിലുണ്ടായിരുന്ന 2 പവന്റെ സ്വർണ്ണമാല കാണാതായതോടെ കവർച്ചയാണ് കൊലപാതക ലക്ഷ്യമെന്ന നിഗമനത്തിൽ പോലീസെത്തി. 8 സംഘങ്ങളായിരുന്നു അന്വേഷണം. വീട്ടുജോലിക്കാരിയായിരുന്ന നേപ്പാൾ സ്വദേശിനെ സുർജ റോക്കിയെ കാണാതായതും അന്വേഷണത്തിൽ നിർണായകമായി. സംഭവ ദിവസം രാത്രി 2 പേർ അപ്പാർട്ട്മെന്റിലെത്തിയതായും ഇവർക്ക് സുർജ വീട് തുറന്നു കൊടുക്കുന്നതായും CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായതോടെ ആ വഴിക്കായി അന്വേഷണം. ചെന്നൈ, ബംഗളൂരു, പാലക്കാട് എന്നിവിടങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു. കേസിൽ വേറെയും പ്രതികളുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. പിടിയിലായ രാകേഷ് സാഠിനെയും ദിലീപിനെയും കോയമ്പത്തൂരിൽ എത്തിച്ച് ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് 18 കൊച്ചി. ദൈവങ്ങൾക്ക് പോലും രക്ഷയില്ലാത്ത കാലമാണിത്. ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചിപ്പോൾ കവർച്ച പതിവായിരിക്കുന്നു. മലപ്പുറം കോട്ടയ്ക്കൽ പാലപ്പുറ മഖാമിൽ നേർച്ചപ്പെട്ടി പൊളിച്ച് മോഷണം നടത്തിയ കേസിലേക്കാണ്. ശനിയാഴ്ച നേർച്ചപ്പെട്ടി തുറക്കുന്നതിന് മുൻപായാണ് മോഷണം നടന്നതെന്നാണ് സൂചന. ഈ പ്രദേശവുമായി അടുപ്പമുള്ളവരാകാൻ കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് സംശയം. മോഷ്ടാവ് അകത്ത് കയറിയതും നേർച്ചപ്പെട്ടി പൊളിക്കുന്നതുമായ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇക്കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെയാണ് മോഷണം നടന്നതെന്ന് കരുതുന്നു. കോട്ടയ്ക്കൽ പാലപ്പുറ മഖാമിന്റെ ഗ്രിൽ തകർത്ത് അകത്തു കടന്നാണ് നേർച്ചപ്പെട്ടിയിൽ നിന്ന് പണം കവർന്നത്. എത്ര തുക നഷ്ടപ്പെട്ടു എന്നത് സംബന്ധിച്ച് വ്യക്തമല്ല.
എല്ലാ ശനിയാഴ്ചകളിലും നേർച്ചപ്പെട്ടി തുറന്ന് പണം എണ്ണി തിട്ടപ്പെടുത്താറുണ്ട്. ഈ ആഴ്ചയും നേർച്ചപ്പെട്ടി തുറക്കാനിരിക്കെയാണ് മോഷണം നടന്നത്. ശനിയാഴ്ച പണം എടുക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് പുലർച്ചെ വന്ന് മോഷണം നടത്തിയതാകാമെന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ മഖാമും പരിസരവും പരിചയവുമുള്ള ആളാവാനാണ് സാധ്യതയെന്ന് കമ്മിറ്റി ഭാരവാഹികൾ സംശയിക്കുന്നു. മഖാമിൽ സിയാറത്തിന് വരുന്ന വിശ്വാസികൾ നേർച്ചയിടുന്ന തുകയാണ് നേർച്ചപ്പെട്ടിയിൽ ഉണ്ടാവാറുള്ളത്. മോഷ്ടാവ് അകത്ത് കയറിയതും നേർച്ചപ്പെട്ടി പൊളിക്കുന്നതുമായ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. വലിയ തുക തന്നെ നഷ്ടമായതായി സംശയിക്കുന്നു. സംഭവത്തിൽ കോട്ടയ്ക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സ്ഥലത്ത് ഡോഗ് സ്ക്വാഡ് പരിശോധനയും നടത്തി. ന്യൂസ് 18 തിരൂർ. രാവും പകലും പോലീസും CCTV നിരീക്ഷണവും ഒക്കെ ഉണ്ടെങ്കിലും കള്ളന്മാരെ കൊണ്ട് പൊറുതിമുട്ടുകയാണ് നാട്ടുകാർ. കടകളും വീടുകളും കേന്ദ്രീകരിച്ച് വലുതും ചെറുതുമായ കവർച്ചകൾ പതിവാകുന്നു. കോഴിക്കോട് മുക്കത്ത് ആൾത്തിരക്കുള്ള സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഹോട്ടലിൽ പുലർച്ചെയാണ് കവർച്ച നടന്നത്. മുക്കം അരീക്കോട് പാലത്തിന് സമീപമുള്ള പുഴയോര ഹോട്ടലിൻ്റെ മുൻവാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത്. 5000 രൂപ നഷ്ടമായി. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മുക്കം അരീക്കോട് പാലത്തിന് സമീപം പ്രവർത്തിക്കുന്ന പുഴയോരം ഹോട്ടലിലാണ് പുലർച്ചെ മോഷണം നടന്നത്. ഹോട്ടലിന്റെ മുൻവാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത്. ഹോട്ടലിൽ നിന്നും 5000-ഓളം രൂപ നഷ്ടമായി. ക്യാഷ് കൗണ്ടറിൽ ഉണ്ടായിരുന്നതും ഭണ്ഡാരപ്പെട്ടിയിലുള്ള പണവുമാണ് മോഷണം പോയത്. മോഷണത്തിന്റെ CCTV ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഉള്ളില് കുറച്ച് നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞാൽ കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്നു. അത് ഇന്നലെ നോമ്പ് കഴിഞ്ഞിട്ട് പെരുന്നാൾ കഴിഞ്ഞിട്ട് തുറക്കാൻ വേണ്ടിയിട്ട് പണിക്കാർക്ക് കൊടുക്കാനുള്ള ഒരു 5000-ത്തിനടുത്തുള്ള പേയ്മെന്റ്, അതിന് റബ്ബർ വേണ്ടിയിട്ട് അതിലൊരു നിശ്ചയായിരുന്നു. പിന്നെ ഒരു ഭണ്ഡാരപ്പെട്ടി ഉണ്ടായിരുന്നു, ഒരു പാലിയേറ്റീവിന്റെ അതില് ക്യാഷ് എത്ര പോയി എന്നറിയില്ല. പക്ഷെ നിറയെ പൈസ ഉണ്ടായിരുന്നു. ചില്ലറ പൈസ എങ്ങനെയാണെന്ന് അറിയില്ല. അത് നമുക്ക് അത് നിർവചിക്കാൻ കഴിയില്ല. അപ്പോ ക്യാമറയിൽ കള്ളന്റെ മുഖം പതിഞ്ഞിട്ടുണ്ട്. അപ്പൊ കൂടുതൽ വിശദം ചെക്ക് ചെയ്യണം. ഉടമ വിവരം അറിയിച്ചതിനെ തുടർന്ന് മുക്കം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഡോഗ് സ്ക്വാഡ്, വിരലടയാള വിദഗ്ധർ എന്നിവരും സ്ഥലം പരിശോധിച്ചു. മണം പിടിച്ച പോലീസ് നായ ചോണാട് ഭാഗത്തേക്കുള്ള റോഡിൽ കുറച്ചു ദൂരം ഓടിയതിനു ശേഷം തിരിച്ചു വന്നു. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി മുക്കം പോലീസ് അറിയിച്ചു. ന്യൂസ് 18 മുക്കം. ബാങ്ക് അക്കൗണ്ട് വഴി കള്ളപ്പണ ഇടപാട് നടത്തുന്നവരെ പിടികൂടാൻ കേരള പോലീസിന്റെ ഓപ്പറേഷൻ സൈഹണ്ട്. കോഴിക്കോട് മുക്കത്ത് പോലീസ് നടത്തിയ റെയ്ഡിൽ വൻ കള്ളപ്പണ സംഘമാണ് പിടിയിലായത്. കാരശ്ശേരി സ്വദേശി മുഹമ്മദ് അഷ്റഫ്, ഓമശ്ശേരി സ്വദേശി അബ്ദുൽ മുത്തലിബ്, മുക്കം സ്വദേശി ജിഷ്ണു എന്നിവരെ മുക്കം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഇവർക്കെതിരെ വിവിധ സംസ്ഥാനങ്ങളിലായി 28 കേസുകളുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ബാങ്ക് അക്കൗണ്ട് വഴി കള്ളപ്പണ ഇടപാട് നടത്തിയവരെ പിടികൂടാനായാണ് പോലീസിന്റെ ഓപ്പറേഷൻ സൈഹണ്ട്. അതിന്റെ ഭാഗമായി നടന്ന റെയ്ഡിൽ മുക്കത്ത് 2 കേസുകളിലായി 3 പേരെയാണ് പിടികൂടിയത്. കാരശ്ശേരി സ്വദേശി മുഹമ്മദ് അഷ്റഫ്, ഓമശ്ശേരി സ്വദേശി അബ്ദുൽ മുത്തലിബ്, കാഞ്ഞിരപ്പള്ളി സ്വദേശി ജിഷ്ണു ഇ കെ എന്നിവരെയാണ് മുക്കം പോലീസ് അറസ്റ്റ് ചെയ്തത്. പിടിയിലായ മുഹമ്മദ് അഷ്റഫിന്റെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിലായി 28 കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. മുക്കം പോലീസ് 10 ഇടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 2 കേസുകളിലായാണ് 3 പേരെ പിടികൂടിയത്. മറ്റ് കേസുകളിലെ പ്രതികൾക്കായി അന്വേഷണം നടന്നുവരികയാണെന്ന് പോലീസ് അറിയിച്ചു. മുക്കം SI ശ്രീരാഗിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ SI സന്തോഷ് കുമാർ, ASI അബ്ദുൾ റഷീദ്, CPO അഭിലാഷ്, സൈബർ പോലീസ് സ്റ്റേഷനിലെ അബ്ദുൾ സമദ്, നഹാസ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് 18 മുക്കം.
എറണാകുളം അങ്കമാലിയിൽ വിദ്യാർത്ഥിനി ജസ്ലിയുടെ ജീവനെടുത്ത അപകട മരണം സംബന്ധിച്ചുള്ള അന്വേഷണത്തിൽ അങ്കമാലി പോലീസിന് ക്ലീൻ ചിറ്റ്. പ്രതിയെ പിടികൂടുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും നടപടിക്രമങ്ങൾ കൃത്യമായി പാലിച്ചുവെന്നും അന്വേഷണ റിപ്പോർട്ട്. പ്രതി ഡോക്ടർ സിറിയക്ക് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് കടന്നു കളഞ്ഞെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. റൂറൽ എസ്പിയുടെ നിർദ്ദേശപ്രകാരം ആലുവ ഡിവൈഎസ്പിയാണ് അന്വേഷണം നടത്തിയത്. പ്രതിയെ പിടികൂടുന്നതിൽ പോലീസ് അലംഭാവം കാണിച്ചുവെന്ന് മരിച്ച ജാസ്ലിയുടെ കുടുംബം പരാതിപ്പെട്ടിരുന്നു. അപകടം നടന്ന ദിവസങ്ങൾക്ക് ശേഷവും പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. മകൾ മരണപ്പെട്ടപ്പോൾ മാത്രമാണ് പ്രതിക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയതെന്നും കുടുംബം ആരോപിച്ചിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്താൻ ആലുവ റൂറൽ എസ് പി ഉത്തരവിട്ടത്. ആലുവ ഡിവൈഎസ്പി നടത്തിയ അന്വേഷണത്തിൽ പ്രതി ഡോക്ടർ സിറിയക് ജോർജ് പോലീസിന്റെ കണ്ണുവെട്ടിച്ചാണ് കടന്നു കളഞ്ഞതെന്ന് പറയുന്നു. പ്രതിയെ പിടികൂടാൻ കൃത്യമായ പരിശോധന നടത്തിയെന്നും റിപ്പോർട്ടിലുണ്ട്. അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജിലെ 2ാം വർഷ ബികോം വിദ്യാർത്ഥിനി ജസ്ലിയ ജോൺസിനെ ഫെബ്രുവരി 28-ാം തീയതി പാർട്ട് ടൈം ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് ഡോക്ടർ സിറിയക് ജോർജ് ഓടിച്ച കാർ ഇടിച്ചു തെറിപ്പിച്ചത്. അമിത വേഗത്തിലെത്തിയ കാർ ജസ്ലിയെ ഇടിച്ചതിന് ശേഷം നിർത്താതെ പോവുകയായിരുന്നു. പ്രതി സിറിയക് ജോർജിനെ സംഭവം നടന്ന 6 ദിവസത്തിനു ശേഷമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വാഗമണിൽ റിസോർട്ടിൽ ഒളിച്ചു താമസിക്കുകയായിരുന്ന സിറിയക്കിനെ റിസോർട്ട് ഉടമ സംശയം തോന്നി പോലീസിൽ വിവരമറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്യുന്നത്. ചാലാക്ക മെഡിക്കൽ കോളേജിൽ MBBS പഠനം പൂർത്തിയാക്കി ഹൗസ് സർജൻസി ചെയ്യുന്ന കോട്ടയം അതിരമ്പുഴ സ്വദേശി സിറിയക് ജോർജ്, സഹപാഠി അക്ഷയ് എന്നിവരാണ് കാറിലുണ്ടായിരുന്നത്. അക്ഷയ് പിന്നീട് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി മൊഴി നൽകിയിരുന്നു. സിറിയക്കിൻ്റെ പേരിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. വാഹനവും പോലീസ് പിടിച്ചെടുത്തിരുന്നു. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം വർക്കലയിൽ വിദേശ വനിതയെ ഇടിച്ച ശേഷം വാഹനം നിർത്താതെ പോയ കേസാണ് പോലീസ് പട്രോളിന് പരിശോധിക്കുന്നത്. ഫ്രാൻസുകാരിയായ ക്രിസ്റ്റീൻ എമിലി ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ കാറിടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. സംഭവത്തിന് ശേഷം നിർത്താതെ പോയ വാഹനത്തിനായി പോലീസ് അന്വേഷണം തുടങ്ങി. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 63-കാരി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപകടമുണ്ടാക്കിയ വാഹനത്തിൻ്റെ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. വർക്കലയിൽ 63-കാരിയായ വിദേശ വനിതയെ ഇടിച്ച ശേഷം നിർത്താതെ പോയ വാഹനത്തിനായാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. വർക്കല താലൂക്ക് ആശുപത്രിക്ക് സമീപം ഉണ്ടായ അപകടത്തിൽ ഫ്രാൻസിൽ നിന്ന് വന്ന ക്രിസ്റ്റീൻ എമിലിക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇവർ ഇരുചക്ര വാഹനത്തിൽ വർക്കല ഭാഗത്തേക്ക് വരുന്നതിനിടെ ഏതോ വാഹനം ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. പരിക്കേറ്റ് റോഡിൽ കിടന്ന എമിലിയെ ആദ്യം വർക്കലയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തെ തുടർന്ന് വർക്കല പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. അപകടമുണ്ടാക്കിയ വാഹനം കണ്ടെത്തുന്നതിനായി സമീപത്തെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. ന്യൂസ് 18 ആറ്റിങ്ങൽ. പാലക്കാട് തൃത്താല സ്വദേശി സജീർ എന്ന ചെറുപ്പക്കാരന് എന്താണ് സംഭവിച്ചത്? പട്ടാമ്പിയിൽ സ്വകാര്യ ലോഡ്ജ് മുറിയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹതയുണ്ടോ? കരൾ സംബന്ധമായ അസുഖത്തിന് മരുന്നുകൾ കഴിക്കുന്ന സജീറിനെ രക്തം ഛർദ്ദിച്ച് മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. എന്നാൽ മരണകാരണം എന്തെന്ന് വ്യക്തമല്ല. സംഭവത്തിൽ പട്ടാമ്പി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഞായറാഴ്ച രാത്രിയോടെയാണ് സംഭവം. പട്ടാമ്പി നിള ആശുപത്രിക്ക് സമീപമുള്ള സ്വകാര്യ ലോഡ്ജിലെ മുറിയിലാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൃത്താല പടിഞ്ഞാറങ്ങാടി കൂനമുച്ചി സ്വദേശി 39 വയസ്സുകാരൻ സജീറാണ് മരിച്ചത്. 5 ദിവസമായി സജീർ ലോഡ്ജിൽ മുറി വാടകയ്ക്കെടുത്ത് താമസിക്കുകയായിരുന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം
ലോഡ്ജ് മാനേജരും സജീറും തമ്മിൽ കാണുകയും സംസാരിക്കുകയും ചെയ്തതാണ്. രാത്രി 7 മണിക്ക് ശേഷം മുറി തുറക്കാത്തതിനെ തുടർന്ന് മാനേജർ പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് എത്തി മുറി തുറന്നു നോക്കിയപ്പോൾ ഇയാൾ രക്തം ഛർദ്ദിച്ച് മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. മുറിയിൽ രക്തം തളം കെട്ടി കിടക്കുന്ന നിലയിലായിരുന്നു. തുടർന്ന് മൃതദേഹം പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. സജീർ കരൾ സംബന്ധമായ രോഗത്തിന് മരുന്നുകൾ കഴിക്കുന്നതായാണ് വിവരം. എന്നാൽ മരണകാരണം എന്തെന്ന് വ്യക്തമല്ല. പട്ടാമ്പി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 പട്ടാമ്പി. കടൽ പോലെയാണ് മനുഷ്യന്റെ മനസ്സെന്ന് പറഞ്ഞു കേൾക്കാറുണ്ടല്ലേ? കടൽ പുറത്താർത്തിരമ്പുമ്പോൾ അകത്ത് ശാന്തമായി കിടക്കുന്നു. എന്നാൽ മനുഷ്യ മനസ്സിൻ്റെ ഉള്ളം കടുത്ത പ്രക്ഷോഭത്തിലാണെങ്കിലും ചിലരത് പുറമേ കാണിക്കാറില്ല. കലങ്ങി മറിയാനും കലങ്ങി തെളിയാനും തുല്യ സാധ്യതയുള്ള പ്രകൃതമാണ് മനുഷ്യൻ്റേത്. ചിലപ്പോൾ അവൻ്റെ അന്തരംഗം അശാന്തമായ കടൽ പോലെ പ്രക്ഷുബ്ധമായിരിക്കും, മറ്റു ചിലപ്പോൾ നിശബ്ദമായി ഒഴുകിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ശാന്തത പ്രകടിപ്പിക്കുന്നവരെ സൂക്ഷിക്കണം. പുറമേ കാണുമ്പോൾ മാന്യന്മാരെന്ന് തോന്നുന്നവർ കാപട്യം നിറഞ്ഞവരാകാം. അങ്ങനെയുള്ളവരുമായുള്ള സൗഹൃദം പോലും അപകടകരമാണ്. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാവുന്നു. നമസ്കാരം.